പിന്നെ ഇത് നമ്മുടെ സ്വന്തം ക്യാറ്റല്ല കേട്ടോ. ആരെ വളർത്തുന്ന ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ വളർത്തുന്നേ ഉള്ളൂ, നമ്മൾ ഫുഡ് കൊടുക്കുന്നേ ഉള്ളൂ. നമ്മുടെ സ്വന്തം ക്യാറ്റൊന്നുമല്ല. ഇവിടെ എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലൊന്നുമല്ല. എന്നോടും ബാരോണോട് മാത്രമേ ഉള്ളൂ ഫ്രണ്ട്ലി. ബാരോണ ഇന്ന് ഇടയ്ക്കാണ് കാണിച്ചത്. ബാരനെ കാണുമ്പോൾ തന്നെ ചിലപ്പം ഓടി പോകും. നമ്മൾ എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ അത് എടുക്കാൻ ഇച്ചിരി നമ്മൾ ഹിപ്സ്റ്റോട്ടൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. ഇങ്ങനെ പിടിക്കണ്ടേ. ലക്കി, അയ്യോ ലക്കിന്ന് പൂക്കി. പൂക്കി എൻ്റെ റിയൽ പേരെന്താണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞില്ല. വെളുത്ത പൂച്ചയായതുകൊണ്ട് ചിലപ്പം മിക്കവാറും വേറെ വലുതിലൊക്കെ നല്ല അടിപൊളി പേരൊക്കെ ഉണ്ടാവും. ബാ പൂക്കി, നമ്മൾ പക്ഷെ പൂക്കിന്ന് വിളിക്കും. ഇത് പെൺപൂച്ചയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ വീട്ടിലിങ്ങനെ വരും. അപ്പം ഞാനൊരു ദിവസമാണെങ്കിൽ പുറകിൽ വന്നപ്പോഴത്തേനും പിടിച്ചായിരുന്നു. ഈ ഇടയായിട്ടും നമ്മൾ പ്രഗ്നൻ്റ് ആയിരുന്നു. വയറൊക്കെ വീർത്ത് മറ്റേ പൂച്ചകളെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യമായിരുന്നു. നമ്മളെ കാണുന്നതന്നെ എനിക്ക് ഇഷ്ടമല്ല. പൂക്കി പോവാണ് കേട്ടോ. വാ വേണേ വാ. ഓ ലക്കീനെ കണ്ടിട്ടാണ്. പുറകെ പോ നോക്ക്. ലക്കി വാ. അവളങ്ങനെ പോവാണെങ്കിൽ നല്ല കൂടെ കണ്ടീസ് അതങ്ങനെ പോവാണ്. അതെ നമ്മുടെ ലക്കി ആണെങ്കിൽ നോക്കിയിരിക്കണം. പൂക്കി ബാലൻ ട്യൂഷന് പോകണം, അതുകൊണ്ട് ഡോർ ഓർക്കണം കേട്ടോ. അതെ ഞാൻ കുത്തിവെച്ചേക്കാന്ന്. ഇതേണ്ടേ കളീസ് അവളവിടെ നിൽക്കണം. കളീസ് അതങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ ഓക്കെ. എനിക്ക് എൻ്റെ റിയൽ പേര് പൂക്കി എന്നല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴാണ് എനിക്കും ഞാനും അറിഞ്ഞത് വളർത്തുന്ന അവളിങ്ങനെ നോക്കിക്കണം. കിസ് താരത്തെ പൂച്ച വരുന്നുണ്ട്. ആ പൂച്ച നമ്മുടെ പെമ്പൂച്ചനെ ഇവിടെ നോക്കിക്കണ്ടോ. ഇങ്ങനെ നോക്കി ഏതോ പൂച്ചേൻ്റെ പുറകെ എന്താ അതാ അങ്ങോട്ട് പോയി കേട്ടോ. ചെന്ന് നോക്കിയിട്ടില്ല. എന്തി